എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയമുള്ള സെക്യൂർ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ സർവീസ് സംഘടനയുടെ സ്നേഹനിധികളായ എൻ്റെ സഹപ്രവർത്തകരെ, ഞാൻ മുഹമ്മദ് അഷ്റഫാണ് സംസാരിക്കുന്നത്. സെക്യൂർ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ സർവീസ് സംഘടനയുടെ ഇന്ത്യൻ കേഡർ കൗൺസിൽ വൈസ് പ്രസിഡൻ്റാണ്. എൻ്റെ സ്വദേശം കാസർഗോഡാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ ഇന്ന് 80ാം സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷത്തിലാണ്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിൽ നമ്മുടെ സെക്യൂർ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ സർവീസ് എന്ന സംഘടനയും വലിയ ആഘോഷത്തിലാണ്, അതിലുപരി വലിയ ആഹ്ലാദത്തിലാണ്. സ്വാതന്ത്ര്യം എന്നത് ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ്. സ്വന്തം മണ്ണിൽ സ്വന്തം തീരുമാനങ്ങളുമായി സ്വന്തം അവകാശങ്ങളോടെ സ്വന്തം സ്വപ്നങ്ങൾ നേടിയെടുത്ത് ജീവിക്കാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ പോലും ത്യജിച്ച അനേകം ധീരന്മാരുടെ പോരാട്ടത്തിൻ്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന മഹത്തായ ഈ സ്വാതന്ത്ര്യം. അവരുടെ ത്യാഗവും പോരാട്ടവും ഓർക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളണം. സ്വാതന്ത്ര്യം നമ്മുടെ അഭിപ്രായം പറയാനുള്ള അവകാശം നൽകി. സ്വന്തം വിശ്വാസങ്ങളോടും സംസ്കാരങ്ങളോടും ഭാഷകളോടും വേഷങ്ങളോടും വൈവിധ്യങ്ങളോടും കൂടി ജീവിക്കാനുള്ള അവസരം നൽകി. ജനാധിപത്യത്തിലൂടെ നമ്മുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനും നമ്മുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താനും നമുക്ക് സാധിച്ചു. എന്നാൽ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിനോടൊപ്പം ഒരു ആത്മപരിശോധനയും നമുക്ക് ആവശ്യമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് ഈ രാജ്യത്തെ ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യം ഒരുപോലെ അനുഭവിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ ബാക്കിയാണ്. മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും സമ്പത്തിൻ്റെ പേരിലും മനുഷ്യനിൽ നിന്ന് വേർതിരിക്കുന്ന വിവേചനങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു മനുഷ്യന് തൻ്റെ മതം, ജാതി, നിറം, സമ്പത്ത്, ജനിച്ച കുടുംബം എന്നിവയുടെ പേരിൽ അപമാനിക്കപ്പെടാതെയും മാറ്റി നിർത്തപ്പെടാതെയും തുല്യ അവകാശങ്ങളോടെ ജീവിക്കാനും കൂടി കഴിയുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം പൂർണ്ണമാവുന്നത്. അതുകൊണ്ട് ഈ 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് അഭിമാനത്തോടെ ആഘോഷിക്കുന്നതിനോടൊപ്പം ഒരു ചോദ്യം കൂടി ചോദിക്കാം: ഇന്ത്യ സത്യത്തിൽ സ്വതന്ത്രമായോ? ഇന്ത്യയിലെ ഓരോ മനുഷ്യനും സ്വതന്ത്രമായോ? നമ്മുടെ രാജ്യത്തെ അവസാനത്തെ മനുഷ്യനും തുല്യതയും നീതിയും അഭിമാനവും അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണത കൈവരുന്നത്. ആ ഒരർത്ഥത്തിൽ ഇന്ത്യ പൂർണ്ണമായും സ്വതന്ത്രമായിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. സ്വാതന്ത്ര്യം എന്നത് ഒരു രാജ്യത്തിൻ്റേത് മാത്രമല്ല, ഓരോ മനുഷ്യൻ്റെയും അവകാശമാണ്. ഏതായാലും 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന നമ്മുടെ ഈ രാജ്യം കൂടുതൽ പുരോഗതിയിലേക്കും സമത്വത്തിലേക്കും മനുഷ്യ സ്നേഹത്തിലേക്കും മുന്നേറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സെക്യൂർ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ സർവീസ് എന്ന നമ്മുടെ ഈ സംഘടനയുടെ മഹത്തായ ലക്ഷ്യവും അതുതന്നെയാണ്. വിവേചനങ്ങളില്ലാത്ത എല്ലാവർക്കും തുല്യ നീതിയും അവകാശവും ലഭിക്കുന്ന ഒരു സമത്വപരമായ ഇന്ത്യ. ആ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് ഒന്നിച്ചു മുന്നേറാം. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്കായും സമത്വത്തിനായും പ്രവർത്തിക്കുന്ന SFS എന്ന സംഘടനയുടെയും ഇന്ത്യയും 1000 സ്വാതന്ത്ര്യദിന ആശംസകൾ നൽകിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു.